കുടിക്കാനായിട്ട് ഞാൻ തോന്നുന്നു. അങ്ങനെ ഒരു മലയാളീസിനെ കണ്ടിട്ട് കാലിയായി, എല്ലാം കാലിയായി. ഇതൊക്കെ സൂപ്പർ മാർക്കറ്റിലെ തിരക്ക്, ജനങ്ങൾ വൈഫിക്കാണ് തെണ്ടുകയാണ്. എല്ലാം കാലിയാടാ. ഇവിടുത്തെ ഓരോ സൂപ്പർ മാർക്കറ്റിലെ തിരക്കാണ്. നമുക്ക് ഫുള്ള് കാലിയായി, സൂപ്പർ മാർക്കറ്റിൽ തിരക്കായത്. ശ്രീലങ്കയില് ഡിറ്റുവ ചുഴലിക്കാറ്റ്, മലേഷ്യയിൽ നിന്ന് വന്ന ഡിറ്റുവ ചുഴലിക്കാറ്റാണ്. അതിന്റെ പ്രശ്നം കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ. അപ്പൊ ഞങ്ങള് റൂമിലിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ പുറത്തിറങ്ങിയതാ. അന്ന് തൊട്ട് തുടങ്ങിയ മഴ ഇന്നും നിന്നിട്ടില്ല. പെരുമഴ ഒന്നുമില്ല. ഈ മഴ നിൽക്കാതെ ഒരാഴ്ചയായി പെയ്യുന്നു. സൂപ്പർ മാർക്കറ്റിലൊക്കെ തിരക്ക് നോക്കിയാൽ മനസ്സിലാവും. സൂപ്പർ മാർക്കറ്റ് ആൾക്കാരൊക്കെ കയ്യിൽ കിട്ടണൊക്കെ വാരി എടുക്കുക. കണ്ടോ വെള്ളം കണ്ടില്ലേ? ഇതൊക്കെ ആൾക്കാർ വാരിക്കൊണ്ടുപോവുക. നമ്മള് എന്തോ വൈകുന്ന റൂമിൽ നിന്ന് ഇറങ്ങി. നമ്മള് റൂമിൽ ഇരിക്കുന്നു. റൂമിൽ നിന്ന് ഇറങ്ങിയില്ല, ഈ കുടിക്കാൻ വെള്ളം പോലും ഉണ്ടാവും. അതായത് ഇനി 3 ദിവസത്തിന് കറണ്ടും ഉണ്ടാവില്ല. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് മോട്ടർ അടിച്ച് വെള്ളം കയറ്റാനും പറ്റൂല. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പെട്ടുകയാണ്. ഇപ്പൊ നമുക്ക് കുറച്ച് വെള്ളം കിട്ടിയിട്ടുണ്ട്, കുറച്ച് ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. ഫുഡ് കയ്യിലുള്ള പൈസ കഴിഞ്ഞു. റോട്ടുകാർ ആൾക്കാർക്കുള്ള എന്താ ചെയ്യണ്ടെന്നല്ല. അതെ, എന്താ കാരണം 40 കൊല്ലത്തിന്റെ ശേഷമാണ് ഇവിടെ ഒരു ഫ്ലഡ് എന്നുള്ള സാധനം വന്നത്. അപ്പൊ ഇപ്പൊ ഉള്ള ഒരു ജനറേഷന് എന്താ കാട്ടണ്ടെന്ന് ഒരു ഐഡിയ ഇല്ല. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പായാണ്. വെള്ളത്തിനും ഭക്ഷണ സാധനങ്ങളും ഒക്കെ അടി ഉണ്ടാക്കണ മാതിരിയാണ് ആൾക്കാർ പെറുക്കി കൂട്ടുന്നത്. ഇതൊക്കെ ഇവിടെ റോഡുമല്ല തിരക്കായിട്ട്. സാധാരണ ഇവിടെ എങ്ങനെയൊന്നുമില്ല. വീട് നമ്മൾ മുന്നേ അയച്ചിട്ടുണ്ടല്ലോ, വണ്ടികളൊന്നും ഇത്ര ഇല്ല. ഇന്നൊക്കെ നോക്കിയേ തിരക്കൊക്കെ. ഒരു കടകളും തുറന്നിട്ടുമില്ല, എല്ലാ കടകളും അടച്ചിട്ടിരിക്കുക. എന്താ പറയാ, ആകെ പെട്ട് നിൽക്കണ അവസ്ഥയാണ്. ഈ വീഡിയോ എപ്പോഴാ വരികയെന്ന് അറിയൂല. ഞാൻ ചിലപ്പോ 3-4 ദിവസം കഴിഞ്ഞിട്ട് നെറ്റ് കിട്ടിയിട്ടോ വീഡിയോ നമുക്ക് അങ്ങോട്ട് എത്തിക്കാൻ. അതെ, ഇപ്പൊ സിഗ്നലില്ല, റേഞ്ച് ഇല്ല, ഒന്നുമില്ല. ഫോണിൽ ചാർജ് ഇല്ല. ഇതൊക്കെ ആകെ കുറച്ചുള്ളൂ. നമ്മള് ലാപ്പിന്ന് ചാർജ് ഇങ്ങോട്ട് ആക്കിയിട്ട് ഫോണിക്ക് ആക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് നിക്കണത്. 3-4 ദിവസം കഴിഞ്ഞാൽ അതും കഴിയൂലേ. പിന്നെ ഒരു വിവരമില്ല, വിളിച്ച ഒന്നും കിട്ടൂല. വീട്ടുകാരെല്ലാം അതാണ് വീട്ടുകാര്. നമ്മളിവിടെ സംഭവം നമ്മള് നടുവിലാണ്, ക്യാൻഡി പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ ഇതാണ് കറക്റ്റ് സെന്റർ. അപ്പൊ ന്യൂസിലൊക്കെ മലയാളത്തിൽ പറയണ എന്താ വെച്ചാൽ ക്യാൻഡി ഒറ്റപ്പെട്ട സ്ഥലമായി മാറിയതാ. അപ്പൊ നോക്കുമ്പോ അങ്ങനെ തന്നെയാണ്. നമുക്കിപ്പോ ഇനി ഇവിടുന്ന് നമ്മളൊക്കെ വിട്ടെറിഞ്ഞ് ഇവിടേക്ക് വരികയാണെന്ന് വിചാരിച്ചോ, കൊളംബോ എയർപോർട്ടിക്ക്. നമുക്ക് ഇവിടുന്ന് 100 something കിലോമീറ്റർ ഉണ്ട്. ഈ പോണ വഴിക്ക് 3-4 പാലങ്ങൾ തകർന്നിട്ടുണ്ട് എന്നാ പറഞ്ഞത്. നമുക്ക് എത്താൻ ഒരു വഴിയില്ല. ബാക്കിയൊക്കെ എല്ലാരും പ്രാർത്ഥന പോലെ അറിയില്ലേ എന്നെത്തണം എന്നുള്ളതൊക്കെ അറിയില്ല ആൾക്കാർ.